മലപ്പുറം ജില്ലയിൽ മിക്ക സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നത് യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകാതെ. മഞ്ചേരി, പരപ്പനങ്ങാടി, തിരൂർ റൂട്ടുകളിലാണ് മിക്ക ബസ്സുകളും യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകാതെ സർവീസ് നടത്തുന്നത്. ചാർജ് നൽകി യാത്ര ചെയ്യുന്ന മുഴുവൻ പേർക്കും യാത്രാ ടിക്കറ്റ് നൽകണമെന്ന നിയമം നിലനിൽക്കെയാണ് ഈ നഗ്നമായ നിയമലംഘനം. ഗതാഗത വകുപ്പിന്റെ പരിശോധനകൾ കാര്യക്ഷമമല്ലാത്തത് ബസ് ജീവനക്കാർക്ക് സഹായകമാകുന്നതായാണ് യാത്രക്കാർ പറയുന്നത്. റിപ്പോർട്ടർ അന്വേഷണം. ടിക്കറ്റ് ചാർജ് നൽകി യാത്ര ചെയ്യുന്ന ഓരോ യാത്രക്കാരനും യാത്രാ ടിക്കറ്റ് നൽകണമെന്ന നിയമം അനുശാസിക്കുന്നു. ഇനി മലപ്പുറം ജില്ലയിലെ എത്ര ബസ്സുകൾ ഈ നിയമം പാലിക്കുന്നുണ്ടെന്ന് നമുക്ക് അന്വേഷിക്കാം. മലപ്പുറത്തു നിന്നും മഞ്ചേരിയിലേക്കും തുടർന്ന് തിരൂരിലേക്കും പരപ്പനങ്ങാടിയിലേക്കും പെരിന്തൽമണ്ണയിലേക്കും ഞങ്ങൾ വിവിധ സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്തു. ഒരു ബസ്സിലും ടിക്കറ്റ് തുക നൽകിയ ഞങ്ങൾക്ക് യാത്രാ ടിക്കറ്റ് ലഭിച്ചില്ല. ചില ബസ്സുകാരോട് ടിക്കറ്റ് ആവശ്യപ്പെട്ടപ്പോൾ മാത്രം തന്നു. ടിക്കറ്റ് ആവശ്യപ്പെട്ട ചില ബസ് ജീവനക്കാർ ഞങ്ങളോട് കയർത്തു. ടിക്കറ്റ് നൽകാത്തതിനാൽ യാത്രക്കാരും ജീവനക്കാരും തമ്മിൽ തർക്കവും പതിവാണ്. ഞങ്ങൾ ഏത് ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ടിക്കറ്റ് തരാറില്ല. ഞങ്ങൾ ചോദിക്കണം അവരോട്. അതുവരെ ചില ബസ്സിൽ തരില്ല. ഞങ്ങൾ അവരായിട്ട് അടിപിടി കൂടേണ്ടി വരും. സ്കൂൾ വിദ്യാർത്ഥികളോടുള്ള മോശം പെരുമാറ്റത്തിന്റെ കാര്യത്തിലും മലപ്പുറത്തെ സ്വകാര്യ ബസ്സുകാർ ഒട്ടും പുറകിലല്ല. ഒഴിഞ്ഞ ബസ്സിലാണ് ഞങ്ങൾ കയറിയിരുന്നത്. അപ്പോൾ കയറിയപ്പോൾ തന്നെ അവിടെ സീറ്റ് ഒഴിഞ്ഞ് കിടക്കണ കണ്ടപ്പോൾ ഞങ്ങൾ ഇരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഓല് ഒന്നും മിണ്ടാതെ മുഖം തിരിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയൊക്കെ മതിയോ എന്ന് ചിന്തിക്കേണ്ടത് ഗതാഗത വകുപ്പാണ്. സ്വകാര്യ ബസ്സുകൾ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ഇല്ലാതെ സർവീസ് നടത്തുന്നത് മലപ്പുറത്താണെന്ന് തുറന്നു സമ്മതിക്കുന്ന ഗതാഗത വകുപ്പ് അധികൃതർ ഇത് അവസാനിപ്പിക്കാനും നടപടി സ്വീകരിക്കണം. ക്യാമറാമാൻ അഖിൽ ഒട്ടുപാറയ്ക്കൊപ്പം നിഖിൽ പ്രമേഷ്, റിപ്പോർട്ടർ, മലപ്പുറം.